ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. നമ്മൾ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല, അധികം ആളുകൾ റിവ്യൂ ചെയ്തിട്ടില്ലാത്ത ഒരു പെർഫ്യൂമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അത് കാര്യം ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ബ്രാൻഡ് മെസ് ബിസോസ്. ഇതൊരു ടർക്കിഷ് ഇസ്താംബുൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൗസാണ്. നമുക്കറിയാം ഈ നിഷാനെ, യൂണിക്കി, ലക്ഷറിയൊക്കെ ടർക്കിഷ് എന്ന രാജ്യത്തിൻ്റെ സംഭാവനയാണ്. നല്ല മികച്ച നീഷ് പെർഫ്യൂംസ് ഒക്കെ ഇറക്കുന്ന രാജ്യമാണ് ടർക്കിഷ്. അവിടുന്ന് 2022 പുറത്തിറങ്ങിയ ഒരു ഹൗസാണ്. ഇതിൻ്റെ ഒരു സ്ഥാപക ഒരു ലോയർ ആയിരുന്നു പുള്ളിക്കാരി. ആ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഈജിപ്തിലൊരു യാത്രയിലൊക്കെ പോയപ്പോൾ അവിടെ വെച്ച് തലയ്ക്ക് ഭ്രാന്ത് കയറി പെർഫ്യൂം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവർ ഈ ഒരു ഹൗസ് തുടങ്ങുന്നത് തന്നെ. ഇതിൻ്റെ പല വേരിയേഷൻ ഉണ്ട്. അതിൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഞാൻ കൊണ്ടുവന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ നോട്ട് ഞാൻ പറയാം. ആ നോട്ട് നമുക്ക് അധികം കിട്ടിയിട്ടില്ലാത്ത നോട്ടാണ്, പെർഫ്യൂമിൽ അധികം കണ്ടിട്ടില്ല. ഇതിൻ്റെ സെന്റ് പ്രൊഫൈൽ വരുന്നത് സിട്രസ്, ഫ്രഷ്, സ്വീറ്റ്, മറൈൻ, ഫ്രൂട്ടി, അക്വാട്ടിക്, ഫ്രഷ്, സ്പൈസി, അരോമാറ്റിക്, മസ്കി പൊടി. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ടാവും. ഫ്രഷ് ആണ്, ട്രോപ്പിക്കലാണ്, സ്വീറ്റ് ആണ്, ഗുർമോണ്ടാണ്, എല്ലാം ഉണ്ട്. ഇനി എൻ്റെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ടോപ്പ് നോട്ടിൽ ജലാറ്റോ, പിന്നെ പേർ, ലൈം, ജിഞ്ചർ, ലെമൺ, മാൻഡറിൻ ഓറഞ്ച്, പിങ്ക് പെപ്പർ. ബേസ് മിഡിൽ നോട്ടിൽ അക്വാട്ടിക് നോട്ട്സ്, ഐസ് ഒരു ഫാൻറ്റസി നോട്ടാണ്, പിന്നെ സീ സോൾട്ട്, ഫ്രീസിയ. ബേസ് നോട്ടിൽ വാനില, അബ്സല്യൂട്ട്, മസ്ക്, കാശ്മീർ വുഡ്, മോസ്, സാൻഡൽവുഡ്, ആംബർ. ഇതാണ് ഇതിൻ്റെ നോട്ട്. ടെസ്റ്ററാണ്. എക്സ്ട്രാ ഡേ പെർഫ്യൂമാണ്, ഓയിൽ കോൺസെൻട്രേഷൻസ്. അതുകൊണ്ട് തന്നെ ലോങ്ജിവിറ്റി കൂടുതലായിരിക്കും. ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് ആ പേരും കാര്യങ്ങളും. ടെസ്റ്റർ ആണെങ്കിലും ഇതിൻ്റെ ഒരു ബോക്സ് അത്യാവശ്യം കട്ടിയുള്ളൊരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എനർജി, ബീച്ച് ഫീൽ തരുന്നൊരു പെർഫ്യൂം. എനിക്ക് ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ഭയങ്കര ഹരമാണ്, പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു. പെർഫ്യൂമിൻ്റെ പേര് ഔട്ട് ഓഫ് റീച്ച് എന്നാണ്. നമുക്കത് ഇതിൽ തന്നെ എന്താണ് ഈ പെർഫ്യൂമിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നുണ്ട്. ബീച്ചും കടൽ തീരവും ഒക്കെയാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഫീൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലെ പെർഫ്യൂമർ ഒരു പക്ഷേ ഏറ്റവും മനോഹരമായ ഒരു ബീച്ചിൽ പോയിരുന്നിരിക്കാം, ബീച്ച് ആസ്വദിച്ചിട്ടുണ്ടാവാം, ബീച്ചിൽ നിന്ന് ഐസ്ക്രീം നിറഞ്ഞിട്ടുണ്ടാവാം, ബീച്ചിലെ കാറ്റേറ്റിരുന്നിട്ടുണ്ടാവാം. അതിൽ നിന്ന് പ്രചോദനം കിട്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ടാവുക. ബോട്ടിൽ ഒരു നീലാകാശം പോലുള്ള ഒരു നിറത്തിലെ സ്കൈ ബ്ലൂ ബോട്ടിൽ കളർ. ബീച്ചിൻ്റെ ഒരു കടലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കളർ പാറ്റേൺ. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും എക്സ്ട്രാ ഡേ പെർഫ്യൂം മെസ് ബിസോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബോട്ടിൽ ഡിസൈൻ. ഇവിടെയും ബോട്ടിൽ വരുന്നത്, ക്യാപ്പ് വരുന്നത് മെറ്റലാണ്. നല്ലപോലെ ഹോൾഡ് ചെയ്യുന്നുണ്ട് മെറ്റൽ ക്യാപ്പ്. ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്പ്രെയർ, അതായത് പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയറാണ്. ഇതിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നൊരു മണമാണ് സബർ ജെല്ലിയുടെ മണം. ഫ്രഷ് പെർഫ്യൂമിൽ വളരെ കുറവാണ് ഒരു സബർ ജെല്ലി, ഒരു ഫ്രൂട്ടി ഓപ്പണിങ്. അതുപോലെ തന്നെ സബർ ജെല്ലിയും നാരങ്ങയും കൂടി ചേരുമ്പോൾ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഓപ്പണിംഗ് ആണ്. പെർഫ്യൂമിൽ വളരെ റയറാണ്. പക്ഷേ ഇതിൽ ഏറ്റവും റയർ ആക്കുന്ന ഒരു നോട്ട് എന്ന് പറയുന്നത് ഇതിൽ ചേർത്തിരിക്കുന്ന ജലാറ്റോ എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. ഒരു ഐസ്ക്രീമാണത്, പല ഫ്ലേവറിലുള്ള. മാംഗോ, പിസ്താഷിയോ, പെയർ, വാട്ടർമെലൺ, അങ്ങനെ പല ഫ്ലേവർ, സ്ട്രോബെറി, പല ഫ്ലേവറിലുള്ള ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീമാണ് ജലാറ്റോ. അങ്ങനെ ഒരു നോട്ട് എത്ര പെർഫ്യൂമിൽ നമ്മൾ കണ്ടിട്ടുണ്ട്? നമ്മൾ ഏതെങ്കിലും ഫ്രഷ് പെർഫ്യൂമിൽ ജലാറ്റോയുടെ നോട്ട് വരുന്ന പെർഫ്യൂം കണ്ടിട്ടുണ്ടോ? ഇല്ല, വളരെ കുറവല്ലേ. കുറവാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ആ ഒരു നോട്ട്, ജലാറ്റോയുടെ ഒരു നോട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാംഗോയുടെ ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീം എങ്ങനെ ഉണ്ടാവും? മാംഗോ ഫ്ലേവർ വരുന്ന ഒരു ഐസ്ക്രീമിൻ്റെ ഒരു മണം. ലാസയുടെയോ അങ്കിൾ ജോണിൻ്റെയോ അല്ലെങ്കിൽ ബാസ്കിൻ റോബിൻസിൻ്റെയോ ഒരു മാംഗോ ഫ്ലേവർ വരുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ഐസ്ക്രീം. മാലിദ്വീപിലെ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു ബീച്ച് റിസോർട്ടിൽ അവധിക്കാലം ആഘോഷിക്കുന്ന ഒരു ഫീൽ. ബിസിനസ്സിലെ സ്ട്രെസ്സും അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി ആയിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ്സും ബുദ്ധിമുട്ടൊക്കെ മാറ്റിവെച്ച്, മാനസിക ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒരു അവധിക്കാലം ആഘോഷിക്കാൻ പോകുമ്പോൾ അതിന് അനുഭവം. ബീച്ചിൽ ചിലപ്പോൾ സർഫിങ് ചെയ്യുന്നവരുണ്ടാവാം, വെയിൽ കായുന്നവരുണ്ടാകാം. ബീച്ചിൻ്റെ ഓരത്തായിട്ട് ഐസ്ക്രീം, വിവിധ നിറത്തിലുള്ള വിവിധ ഫ്ലേവറിലുള്ള ഐസ്ക്രീം വിൽക്കുന്ന കടകളുണ്ടാവാം. അവിടെ ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടത്തൊപ്പിയും ധരിച്ച് ഒരു ചെറിയൊരു കുട്ടി നിക്കറും ഇട്ട്, ഒരു ഷർട്ടും ഇട്ട്, ബീച്ചിലെ കാറ്റും ബീച്ചിലെ ആ ഒരു ഫുൾ അറ്റ്മോസ്ഫിയറും ആഘോഷിച്ച് എൻജോയ് ചെയ്ത് ഒരു ഐസ്ക്രീം നുണഞ്ഞു പോകുന്ന ഒരു ഫീൽ, അതുപോലത്തെ ഒരു എനർജി തരുന്ന, അതായത് നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു മണം, വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു മണം. അതാണ് ഈ ഒരു പെർഫ്യൂം. ഐസ്ക്രീമിൻ്റെ ഒരു ജലാറ്റോയുടെ നോട്ടുണ്ട്, ഒപ്പം സബർ ജെല്ലി, പെയർ ഫ്രൂട്ടിൻ്റെ ഒരു നോട്ടുണ്ട്, അതുപോലെ തന്നെ നാരങ്ങയുടെ ഒരു മണം, പിന്നെ ഇഞ്ചിയുടെ ഒരു എർത്തി സ്മെൽ. ഇത് മുഴുവനായിട്ടും ഒരു ഫ്രഷ് സ്വീറ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. പക്ഷേ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലെ സ്വീറ്റ്നെസ് മാറിയിട്ട് പതിയെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ട്രൈ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ആ സ്വീറ്റ്നെസ് പതിയെ മാറി പിന്നെ ഇത് ഫ്രഷിലേക്ക് മാറും. ഫ്രഷ് ആയിട്ടുള്ള മണമായിട്ടും അക്വാട്ടിക് മണമായിട്ടും മാറും. ഒരു അക്വാട്ടിക് കടലിൻ്റെ ഒരു മിനറൽ അക്വാട്ടിക് ഡീനിലേക്ക് മാറും. ഏകദേശം ഓർത്തോ പാരിസി, മെഗാമാരെ പോലുള്ള കൂടുതൽ അക്വാട്ടിക് ആയിട്ടുള്ള കടലിൽ ഉച്ച സമയത്ത് ബീച്ചിൽ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉപ്പ് കാറ്റിൻ്റെയും ഒരു ഡ്രൈ ഫീൽ തരുന്ന അക്വാട്ടിക്
മണമായിട്ട് അത് മാറും. സാധാരണ ബ്ലൂ ടൈപ്പ് DNA അല്ല. ബ്ലൂ ടൈപ്പ് DNA എന്ന് പറയുമ്പോൾ വെർസാച്ച് ഡിഗൻ ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലൂ ഡേ ഷാനലോ അല്ലെങ്കിൽ ഡിയർ സവാഷെ പോലുള്ള ഒരു DNA അല്ല. ഇത് 100% ഒരു അക്വാറ്റിക് മണമായിട്ട് മാറുന്ന ഒരു DNA ആയിട്ട് ഒരു പകുതിയാകുമ്പോൾ മാറുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റ് സ്വീറ്റ് സൈഡിലേക്കായിരിക്കും ഈ പെർഫ്യൂം പോയിക്കൊണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കൂടുതൽ ഫ്രഷിലേക്ക് വരും. അപ്പോൾ ഒരുപോലെ ഫ്രഷ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ ഈ പറഞ്ഞ ജെലാറ്റോയുടെ നോട്ടാണ് ഇതിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക്. അത് പെർഫ്യൂമിൽ നല്ലപോലെ അത് ചെയ്തിട്ടുണ്ട്. അപൂർവം ചില പെർഫ്യൂമിലാണ് നമുക്ക് ആ ഒരു നോട്ട് കിട്ടുന്നത്. ഡ്രൈ ഡോണിൽ വരുന്നത് ആ ഒരു ആംബർ, മസ്ക്, ഓക്മോസ്, പിന്നെ നല്ല രീതിയിൽ ഒരു സാൻഡൽ വുഡിന്റെ നോട്ട് ഇവിടെ ചേർത്തിട്ടുണ്ട് ഡ്രൈ ഡോണിൽ. പക്ഷെ ആ സാൻഡൽ വുഡ് നോട്ട് നമുക്കൊരു ക്രീമി നന്നായിട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഈ സാൻഡൽ വുഡിന്റെ നോട്ട് നല്ലൊരു ക്രീമി ടച്ചാണ് ഡ്രൈ ഡോണിൽ തരുന്നത്. നമുക്കൊരു ക്രീമിനെസ് തോന്നും, ഒരു തിക്കായിട്ടുള്ള ഒരു ക്രീമി ലെയർ. ഈ പെർഫ്യൂമിലുടനീളം നമുക്ക് എന്തോ ഒരു ക്രീം, അല്ലൂർ ഹോം സ്പോട്ടിലൊക്കെ ചേർത്തിരിക്കുന്ന പോലെ ഒരു മിഡിൽ നോട്ടിൽ ഒരു ക്രീമിനെസ്, ബ്രെഡിന് നടുക്ക് ക്രീം തേക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രീമിനെസ് ഇല്ലേ, പുറത്ത് ബ്രെഡും നടുക്ക് ക്രീം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രീമിന്റെ ഒരു ക്രീമിനെസ്, അത് എവിടെയോ ഈ ഒരു പെർഫ്യൂമിൽ ഉടനീളമുണ്ട്. ടോപ്പ് നോട്ട് തൊട്ട് അവസാനം വരെയും നടുക്ക് ഭാഗത്താണ് ഒരു ക്രീമിന്റെ ലെയർ തേച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ ഒരു ക്രീമിനെസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പെർഫ്യൂം നന്നായിട്ട് വർക്കൗട്ടായി. എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഒന്നാമത്തേത് ഇത് യുണീക്കാണ്. നമുക്ക് മറ്റു പെർഫ്യൂമിലൊന്നും ഇങ്ങനെയുള്ള നോട്ട് കിട്ടിയിട്ടില്ല. അത് തീർച്ചയായും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം. പിന്നെ എക്സ്ട്രാ ഡേ പെർഫ്യൂമാണ്. ലോങ്ജിവിറ്റി ഉണ്ട്. ലോങ്ജിവിറ്റി പറഞ്ഞാൽ ഏകദേശം സോളിഡ് ആയിട്ട് 7 മണിക്കൂർ 8 മണിക്കൂർ ലോങ്ജിവിറ്റി ഉണ്ട് ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ചിടത്തോളം. ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം, മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ല്. നിങ്ങൾ കുറേ പെർഫ്യൂം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു മണമായിരിക്കും ഈ ഒരു പെർഫ്യൂമിന്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഒരു പെർഫ്യൂം നല്ല ഒരു ഐസ്ക്രീമിന്റെയും വാനില, ഇപ്പൊ നല്ലതുപോലെ ആ ഒരു മിഡിൽ നോട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഐസ്ക്രീം, വാനില, ഞാൻ വീണ്ടും പറയാൻ കാരണം എനിക്ക് മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഐസ്ക്രീം, വാനില, പിന്നെ എവിടെയോ ഒരു പൈനാപ്പിളിന്റെ നോട്ട്, പിന്നെ ഒരു മാംഗോയുടെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ഇതൊന്നും ഈ നോട്ടിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എനിക്ക് കിട്ടുന്നുണ്ട് ഒരു മാംഗോ ഫ്ലേവർ, പിന്നെ നല്ലൊരു ക്രീമിനെസ്, ഒരു ബട്ടറി സ്മൂത്ത് ലെയർ ഉള്ള ഒരു ക്രീമിനെസ്, പിന്നെ അക്വാറ്റിക്, ഒരു കിടിലൻ കോംബോ. ഇത് നിങ്ങൾ വെയിലത്ത് പോകുമ്പോൾ ഉപയോഗിക്കുക. ഇത് എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഓഫീസിൽ, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഓഫീസിൽ ഉപയോഗിക്കാം. ഇതൊരു നിങ്ങളുടെ സിഗ്നേച്ചർ സെൻഡ് ആക്കാൻ പറ്റിയ വളരെ യൂണീക്ക് ആയിട്ടുള്ള പെർഫ്യൂം. ഇപ്പോൾ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂം അന്വേഷിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഫ്രഷ് സ്മെൽ ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ ഗുർമോണ്ട് മണങ്ങളോട് താല്പര്യമുള്ളവർ, ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല. ഒരുപാട് ഗുർമോണ്ട് ആയാലും എന്ത് പറ്റും, ഫ്രഷ്നെസ്സിനെ ഹൈജാക്ക് ചെയ്യും. ഒരുപാട് ഫ്രഷ് ആയാലും എന്ത് പറ്റും, സ്വീറ്റ് നോട്ട് പെട്ടെന്ന് ടോൺ ഡൗൺ ആയി പോകും. അതുകൊണ്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് മുഴുവനും ഒരു സ്വീറ്റും, സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഫ്രഷ് ആയിട്ട് മാറും. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയാലും എവിടെയാണെങ്കിലും ഒരു മിഡിൽ നോട്ടിൽ എന്തോ ഒരു ഭാഗത്ത് ഒരു ക്രീമിനെസ് വരുന്നുണ്ട്. സോ അതാണ് ഈ ഒരു പെർഫ്യൂം. എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി. ഫ്രഷ് പെർഫ്യൂം, സ്വീറ്റ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ ട്രൈ ചെയ്യുക. ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തലവയ്ക്കാൻ പറ്റിയതല്ല. ഇത് ഡാർക്ക് മണങ്ങൾ, അല്പം കുത്തൽ പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ഉള്ളവർക്ക് പറ്റിയതല്ല. ഇത് ഫ്രഷ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമിലൊന്നാണ്. ഔട്ട് ഓഫ് റീച്ച്. ഇനി ഇതിൻ്റെ വില വരുന്നത് ചീപ്പല്ല, ഏകദേശം 16 രൂപ അടുപ്പിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിന് മനോഹരമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ട്. ഒരു ബുക്കിൻ്റെ ഒരു ഷെൽഫ് പോലെയാണ് ഇതിൻ്റെ പ്രസന്റേഷൻ വരുന്നത്. റീറ്റെയിൽ പാക്ക് ഇത്തിരി റേറ്റ് കൂടിയതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ടെസ്റ്ററാണ് ഞാൻ വാങ്ങിയത്. ഇത് ഡീക്കൻ്റ് ആക്കുമ്പോൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും ടെസ്റ്റർ പാക്ക് വാങ്ങുന്നത്. പിന്നെ മിക്കവാറും നല്ല ബാച്ചുകളൊക്കെ ടെസ്റ്ററിൽ കിട്ടാറുമുണ്ട്. എനിവേ, ഈ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നോട്ട് നിങ്ങൾക്ക് മിക്കവാറും ഇതിൽ കിട്ടും. ഈ പഴുത്ത മാങ്ങയുടെ ഒരു മണം പോലെ, പിന്നെ പഴുത്ത ചക്കയുടെ ഒക്കെ ഒരു മണം പോലെ, പഴുത്ത പൈനാപ്പിളിൻ്റെ മണം, ഇതിലൊക്കെ ഒരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? എനിക്ക് തോന്നുന്നത് ജെലാറ്റോ എന്നുള്ള ആ ഒരു ഐസ്ക്രീമിൻ്റെ വിവിധ ഫ്ലേവർ ഇതിൽ ചേർത്തിട്ടുണ്ടാവും. എനിക്ക് ഒരു മിക്സഡ് ഐസ്ക്രീം ഫ്ലേവർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല നിറത്തിലുള്ള ഫ്ലേവറുള്ള ഐസ്ക്രീം കണ്ടിട്ടില്ലേ? നമ്മൾ കോണിലൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരെടുത്ത് തരും പല നിറത്തിലുള്ള ഐസ്ക്രീം, പല ഫ്ലേവറുള്ള ഐസ്ക്രീം. ഏതാണ്ട് അതുപോലെയാണ് ഇതിൻ്റെ മണം. അതിൻ്റെ കൂടെ ഒരു അക്വാറ്റിക് കൂടി വരുന്ന ഒരു ഫീൽ, അക്വാറ്റിക് വിത്ത് ഐസ്ക്രീം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ബീച്ചിൽ പോയിരുന്ന ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു ഫീൽ, അതാണ് ഇതിൻ്റെ ഒരു മണം. ഇനി ഉപയോഗിക്കേണ്ട കാലാവസ്ഥ എന്ന് പറയുന്നത് വെയിലത്ത് ഉപയോഗിക്കുക, ഓഫീസിൽ ഉപയോഗിക്കുക. ഇത് വൈകുന്നേരവും രാത്രിയും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. രാവിലെയും ഉച്ചയ്ക്കും ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. വെയിൽ കൂടുമ്പോൾ ഉപയോഗിക്കുക, നല്ല വെയിലുള്ള സമയത്ത് ഉപയോഗിക്കുക, നല്ല ഹൈ ഹീറ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഞാനിത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് 10 ml 2 ml ഡീക്കൻ്റ് അവൈലബിൾ ആണ്. ഇത് ഇന്ത്യയിൽ ഇത് കിട്ടുക എന്നുള്ളത് അല്പം ചടങ്ങാണ്. വളരെ അപൂർവമായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഹൗസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അധികം റിവ്യൂ വന്നിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത്തരം മണങ്ങൾ ഫ്രഷ് പെർഫ്യൂമിൽ അപൂർവമാണ്. സോ 2 ml 5 ml 10 ml ഡീക്കൻ്റ് അവൈലബിൾ ആണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്കും എൻ്റെ വാട്സപ്പ് നമ്പറും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. Thank you so much.